ഗൈസ്, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? എടാ, ഈ ജുനുസാർ വന്നിരിക്കുന്നത് നമ്മൾ 5ാം ചാപ്റ്റർ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണം എന്നുള്ള ചാപ്റ്ററിൽ ഇത് പഠിക്കാതെ എക്സാം ഹാളിലേക്ക് കയറരുത്. കാരണം ഇത് നിർബന്ധമായിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ മക്കൾ, ആദ്യം ഞാൻ ചോദ്യം വയസ്സിലാണ് ഈ ടോപ്പിക് എടുക്കുന്നത് കേട്ടോ. ആദ്യം ഈ ഒരു ചിത്രം നോക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എന്തിൻ്റെ ചിത്രമാടാ, ക്രിസ്മസിന് ചോദിച്ചതാണ്. ഇത് എന്തിൻ്റെ ചിത്രമാടാ, ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ആദ്യ ചോദ്യം, ഇതിലേത് പ്രോസസ്സാണ്, ഇത് ഏത് പ്രവർത്തനമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫാഗോസൈറ്റോസിസ്. രണ്ടാമത് ചോദ്യം, ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ വിശദീകരിക്കാൻ പറഞ്ഞു. ആദ്യം നോക്കിക്കോ, ഇതാണ് രോഗകാരി പാത്തോജൻ. ആ രോഗകാരിയെ നമ്മളെ റിസപ്റ്റർ, ഈ ഫാഗോസൈറ്റ്സ്. എന്താ ഫാഗോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങൾ, സെൽസിനെ വിളിക്കുന്ന പേരല്ലേ ഫാഗോസൈറ്റ്സ്. അപ്പോൾ ഇവരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റ്സ്. അപ്പോൾ ഇവർ ശരീരത്തിലുള്ള ഈ റിസപ്റ്റർ ഗ്രാഹികൾ ഉപയോഗിച്ചിട്ട് ഈ പാത്തോജൻ രോഗകാരിയെ പിടിക്കും. എന്നിട്ട് ഇവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു അറയിലേക്ക് എത്തും. ആ അറയിൻ്റെ ഉള്ളിൽ ആ രോഗകാരി എത്തിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫാഗോസോം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 5ാം ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 2-3 പേജ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കാണാൻ പറ്റും ഫാഗോസോം. ആ ഫാഗോസോമിൻ്റെ ഉള്ളിലേക്ക് ഇവർ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു എൻസൈം ഉണ്ട്. എൻസൈം കൊണ്ട് ഒരു കൂട്ടമുണ്ട്. അതിൻ്റെ പേരാണ് ലൈസോസോം. ചില കുട്ടികൾ ലൈസോസൈം എഴുതരുത്. ഇത് ലൈസോസോം ആണ്. ഒരുപാട് എൻസൈംസിൻ്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ലൈസോസോം. ആ ലൈസോസോം ഈ ഫാഗോസോമിലേക്ക് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതിന് വിളിക്കുന്ന പേരാണ് ഫാഗോലൈസോസോം. ഇവിടെ സ്റ്റെപ്പുകളുണ്ട്. The pathogen reach near the pathogen, phagocytes reach near the pathogen. അതായത് ഫാഗോസൈറ്റ്സ് രോഗാണുവിൻ്റെ സമീപത്തെത്തുന്നു. ഇങ്ങനെ അതിനെ വിഴുങ്ങിയിട്ട് ശരീരത്തിനുള്ളിൽ ഫാഗോസോം ആക്കുന്നു. അങ്ങനെ ലൈസോസോം കമ്പൈൻ ചെയ്തിട്ട് ഫാഗോലൈസോസോം ആവുന്നു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലായ എൻസൈംസ് ഈ രോഗകാരികളെ മുഴുവൻ നശിപ്പിച്ചിട്ട് എന്താവുന്നു, പുറന്തള്ളുന്നു, എക്സ്പെൽ ചെയ്യുന്നു. എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടേ ഫാഗോസൈറ്റോസിൻ്റെ ചിത്രം നോക്കുക. ഇനി രണ്ടാമതായി പഠിക്കേണ്ടതാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ചിത്രമാണിത്. ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ആ ഭാഗങ്ങൾ എൻ്റെ മക്കൾക്ക് അറിയാലോ. കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ഈ ഒരു ചിത്രം നോക്കുക. ഈ ചിത്രം നോക്കിയിട്ട് ഇത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ് ബ്ലഡ് ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നമ്മളോട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് രക്തം കട്ട പിടിക്കുക? ഇപ്പം നമുക്ക് എവിടെയാണോ മുറിവ് പറ്റിയത്, ആ മുറിവ് പറ്റി ഇന്നിക്ക് എവിടെയാണ് മുറിവ് പറ്റിയത് കൂട്ടു, ആ മുറിവ് പറ്റിയ ഭാഗത്തെ ടിഷ്യൂസും പ്ലേറ്റ്ലെറ്റും, അവിടുത്തെ ടിഷ്യൂസും കലകളും പ്ലേറ്റ്ലെറ്റും നശിച്ചു. എന്താ കല എന്ന്? ടിഷ്യൂസ് എന്താ? ഒരു കോശത്തിൻ്റെ സെല്ലിൻ്റെ കൂട്ടത്തെ പറയുന്ന പേരാണ് മക്കളെ എന്ത്? ടിഷ്യൂസ്, കലകൾ. അതെല്ലാം അവിടെ നശിക്കും. മുറി പറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് നശിക്കൂലേ? ഒരു എൻസൈം ഉണ്ടാക്കും. അതിൻ്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ് പ്രൊഡ്യൂസ് ത്രോംബോപ്ലാസ്റ്റിൻ. ടിഷ്യൂസും അതായത് കലകളും അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റും എന്തുണ്ടാക്കുന്നു? ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാക്കുന്നു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ശരീരത്തിൽ ഒരു പാവായി നടക്കുന്ന ഒരു പ്രോത്രോംബിൻ എന്ന പ്രോട്ടീൻ ഉണ്ട്. അതിനെ നേരെ ത്രോംബിനാക്കി മാറ്റുന്നു. നോക്കിക്കോ, പ്രോത്രോംബിൻ ഇൻറ്റു ത്രോംബിൻ. ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യും? പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ സെയിം ആട്ടോ. പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റുന്നു. അപ്പോൾ ഫസ്റ്റ് ആരുണ്ടാക്കും? ത്രോംബോപ്ലാസ്റ്റിൻ. ആ ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ആ ത്രോംബിൻ എന്ത് ചെയ്യും? ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കി മാറ്റും. ഫൈബ്രിനാക്കി മാറ്റും. ആ ഫൈബ്രിൻ മുറിവ് വറ്റ ഭാഗത്ത് വലക്കണ്ണികളെ പോലെ നിന്നിട്ട് രക്തം, RBC ചുവന്ന രക്തകോശത്തെ ആ വലക്കണ്ണിയിൽ പറ്റി പിടിപ്പിച്ചെന്താവും? രക്തം കട്ട പിടിക്കുന്നു. അപ്പോൾ രക്തം കട്ട പിടിക്കുന്ന ഭാഗവും പഠിക്കാതെ പോകരുത്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. അതെൻ്റെ മക്കൾ എന്തായിരിക്കണം? പഠിച്ചിരിക്കണം. ഇനി എൻ്റെ മക്കൾ ഈ ചാപ്റ്ററിൽ എവിടെ ആയോ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ടതാണ് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഭാഗം. ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഈ ഒരു ചോദ്യം നോക്കടാ. നമ്മളെ റീലിലും ഷോർട്സിലൊക്കെ ചെയ്തതാണ്. ദ ആൻറ്റിജൻ എ, ഇത് ഏത് രക്തഗ്രൂപ്പ് എന്ന് പറയാനാ? രക്തഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടന്റിൽ. എൻ്റെ മക്കൾ കാണണേ. അത് ഞാൻ പറയാമല്ലോ, നിങ്ങൾക്ക് ആ ബ്ലഡ് ഗ്രൂപ്പിന് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൽ ക്ലിയർ ആവും. എന്നാൽ നോക്കിക്കോ, ഇതൊരു ആൻറ്റിജൻ ആണ്. ആൻറ്റിജൻ എ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പല്ല? എ ഗ്രൂപ്പല്ല. അപ്പോൾ സാർ ഇത് എങ്ങനെ മനസ്സിലാവുക? അതായത് ആൻറ്റിജൻ എ ആണെങ്കിൽ ആ രക്തഗ്രൂപ്പ് എ ആണ്. ആൻറ്റിജൻ ബി ഉണ്ടെങ്കിൽ ആ രക്തഗ്രൂപ്പ് ബി ആണ്. അപ്പോൾ ഒരു രക്തഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നതാരാ? ആൻറ്റിജനാ. അപ്പോൾ ഇവിടെ ആൻറ്റിജൻ എ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതാടാ? എ ഗ്രൂപ്പ് അല്ല. ഇതില്ല. നില്ലാണ ഇല്ല. ഇനി ആൻറ്റിജൻ ബി പ്രസൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അത് ഏത് ഗ്രൂപ്പാ? ബി ഗ്രൂപ്പ് എന്ന് മനസ്സിലായി. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ടേ? പോസിറ്റീവ് ആണെങ്കിൽ അതിൽ ആൻറ്റിജൻ ഡി ഉണ്ടാകും. ആൻറ്റിജൻ ഡി ഉണ്ടെങ്കിൽ പോസിറ്റീവ്, ഇല്ലെങ്കിലോ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ആൻറ്റിജൻ ഡി നിൽ എന്ന് പറഞ്ഞാൽ ഇല്ല.
ആൻറ്റിജൻ ഡി ഇല്ല. അപ്പോൾ ഇത് നെഗറ്റീവോ പോസിറ്റീവോ? നെഗറ്റീവ്. അപ്പോൾ ഇത് ഏത് രക്തഗ്രൂപ്പാ? ബി നെഗറ്റീവ്. സെറ്റാണ് മക്കളെ. അപ്പോൾ എൻ്റെ മക്കളെ 5ാം ചാപ്റ്ററിൽ ഈ 3 ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. ഇനി 5ാം ചാപ്റ്ററിൽ ചോദിക്കുന്നതും മുഴുവൻ ചാപ്റ്ററിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് ഇന്ന് സാർ കൃത്യം 7:00 വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും കൂട്ടി വന്നോ. നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വന്നോ, നമുക്ക് അവിടെ വെച്ചിട്ട് പൊളിക്കാം. ഫ്രണ്ട്സിലേക്കൊക്കെ ആ ലൈവിൻ്റെ ലിങ്ക് എൻ്റെ മക്കൾ എന്താവുക ഷെയർ ചെയ്ത് വെക്കുക. നമുക്ക് കൃത്യം 7:00 കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.